ഒരു കുളിസീൻ വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. തെറ്റിദ്ധരിക്കേണ്ട, ഇത് പുരുഷൻ്റെ കുളിസീനാണ്. അതും ക്യാമറയ്ക്ക് മുന്നിലുള്ള കുളിസീൻ. കുംഭമേളയോടനുബന്ധിച്ചുള്ള ഒരു കുളിസീനാണ്. അതും രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി PR വർക്കുകാരെ നിർത്തിയിട്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിന്ന് കുളിച്ചറുമാദിക്കുകയാണ്. ഇങ്ങനെയുള്ള ചില ഫോട്ടോഷൂട്ടുകൾ നടത്തിയാലല്ലേ വിശ്വാസ കച്ചവടക്കാരെ നമുക്കങ്ങോട്ട് കൊഴുപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ വിശ്വാസവും ആരാധനയൊക്കെ വ്യക്തിയുടെ സ്വകാര്യതയാണ്. ആ സ്വകാര്യത എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തി വരാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലാർക്കും തർക്കമില്ലല്ലോ. ഇത് മനസ്സിലല്ല സംതൃപ്തി വരേണ്ടത്. ഇത് ക്യാമറകളിലൂടെ നാട്ടുകാരെ സംതൃപ്തിപ്പെടുത്തണം. നാട്ടുകാർക്ക് എൻ്റെ കുളിസീൻ കാണിച്ചു കൊടുത്തിട്ട് എന്ത് കിട്ടാനാണ്? കുംഭമേളയോടനുബന്ധിച്ചുള്ള സ്നാനമാണെങ്കിൽ, അത് അദ്ദേഹത്തിന് വിശുദ്ധിയുള്ളതാണെങ്കിൽ മനസ്സിൽ ഭക്തി നിർഭരമായി ചെന്ന് മുങ്ങിക്കയറി പോകണം. ഇത് 4 സൈഡിൽ നിന്നിട്ട് വെള്ളം കോരി ഒഴിക്കുകയാണ്, മറ്റേ വാഹനം കഴുകും പോലെ. അതും ക്യാമറയിൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു ക്യാമറാമാൻ ഇതറിയാതെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് കയറുമ്പോൾ അദ്ദേഹത്തിൻ്റെ തനി സ്വരൂപം പുറത്തേക്ക് വരുന്നുണ്ട്. ബായ്, ചലോ മാറിപ്പോയില്ലെങ്കിൽ ഇതിൻ്റെ ഇടപാട് തീരുമെന്നുള്ള നിലയ്ക്ക് നോക്കിയേ. हेलो फोटो भैया क्या कर ഇതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന, അതായത് ഇടതുവശത്ത് നിൽക്കുന്ന ആ സ്വാമിയെ നോക്കിയേ. നൂൽബന്ധമില്ലെന്ന് അത്രയും പോഷൻ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. ഒരു മന്ത്രി അടുത്ത് നിൽക്കുന്ന ആൾക്ക് ഒരു മുണ്ടെങ്കിലും വാങ്ങിച്ച് കൊടുക്കാൻ. ഈ നാട്ടിൽ വസ്ത്രസ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കുന്ന സംഘികൾക്ക് അതൊരു പ്രശ്നമല്ല. ചിലർക്ക് നൂൽബന്ധമില്ല നടക്കാമെന്നുള്ള ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. അതിന് നിയമം ഒരു പ്രശ്നമല്ല. എന്തായാലും ഈ വീഡിയോ കണ്ടപ്പോൾ വളഞ്ഞു നിന്ന് കുറേ പേർ ചേർന്ന് ആരെങ്കിലും ഇങ്ങനെ കുളിപ്പിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇത് നമുക്ക് കാണാൻ പറ്റും. വല്ല പാപ്പാന്മാർ ആനയെ വെള്ളത്തിൽ ഇറക്കി നിർത്തി ഇതുപോലെ കുളിപ്പിക്കുന്ന കാണാൻ പറ്റും. പക്ഷേ ഇത് ഒരു മനുഷ്യനെ കുറേയേറെ പേർ വളഞ്ഞു നിന്ന് കുളിപ്പിക്കുന്ന രംഗമാണ്. എന്നിട്ട് ആ കുളിസീനെടുത്ത് നേരെ പുറത്തേക്ക് വിട്ടിരിക്കുകയാണ്. ഇത് സ്വയം കണ്ട് കുളിരണിയുന്നതിനോടൊപ്പം തന്നെ നാട്ടുകാരെ കാണിച്ചിട്ട് ഞാൻ നല്ലൊരു വിശ്വാസിയാണെന്നുള്ള വികാരം ഒന്ന് ഉണർത്തി വിടണമല്ലോ. അതിനുവേണ്ടിയുള്ള തന്ത്രമാണ്. എന്തായാലും രാജ്യത്തിൻ്റെ നികുതിപ്പണത്തിൻ്റെ കോടികൾ പൊടിച്ചു നടക്കുന്ന പരിപാടിയാണ്. അവിടെ പോയി കുളിസീൻ വരെ ഷൂട്ട് ചെയ്ത് പുറത്തേക്ക് വിട്ട് ഈ രാജ്യത്തെ ഒരു മന്ത്രിയെ ലോകത്തുള്ളവർ കാണുമ്പോൾ വലിയ സംഭവമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള പ്രവൃത്തി തന്നെയാണ് ചെയ്യുന്നത്. എന്തൊക്കെ കാണണമെന്ന് നോക്കണേ. ആഭ്യന്തരമന്ത്രിയാണത്രേ, ആഭ്യന്തരമന്ത്രി. വിശ്വാസമാണ് വലുതെങ്കിൽ ഈ ക്യാമറ ഷൂട്ടിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നില്ല. വരിക, സ്നാനം നടത്തുക, പോവുക. പക്ഷേ അതല്ലല്ലോ. അതിനപ്പുറത്തേക്ക് നമ്മുടെ PR ടീമുമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ഉദ്ദേശം എന്താണ്? അതുമാത്രമാണ് ഇവരുടെ ലക്ഷ്യമെന്ന് മാത്രമേ പറയാനുള്ളൂ.